മാങ്ങ പൂർണ്ണമായി പഴുത്തു കഴിയുമ്പോഴോ അല്ലെങ്കിൽ മാങ്ങ താഴെ വീണ് ചീഞ്ഞു പോകുമ്പോഴോ ആണ് ഈ വണ്ടുകൾ അണ്ടിത്തുരന്ന് പുറത്തു വരുന്നത്. അതുവരെ അവ മാങ്ങയ്ക്കുള്ളിൽ തന്നെ യാതൊരു കേടുപാടും വരുത്താതെ കഴിഞ്ഞുകൂടും. മാങ്ങ പൂർണ്ണമായി പഴുത്തു കഴിയുമ്പോഴോ അല്ലെങ്കിൽ മാങ്ങ താഴെ വീണ് ചീഞ്ഞു പോകുമ്പോഴോ ആണ് ഈ വണ്ടുകൾ അണ്ടിത്തുരന്ന് പുറത്തു വരുന്നത്. അതുവരെ അവ മാങ്ങയ്ക്കുള്ളിൽ തന്നെ യാതൊരു കേടുപാടും വരുത്താതെ കഴിഞ്ഞുകൂടും. മാങ്ങ പ്രിയപ്പെട്ട വിഭവമാണ് മാങ്ങ. അല്ലെങ്കിൽ മാങ്ങ താഴെ വീണ് കേടുപാടുകളുമില്ലാത്ത നല്ല പഴുത്തു തൊടുത്ത മാങ്ങ മുറിക്കുമ്പോൾ അണ്ടിക്കുള്ളിൽ കറുത്ത വണ്ടിനെ കാണുന്നത് പലരിലും കൗതുകവും അതോടൊപ്പം ഭയവും ഉണ്ടാക്കാറുണ്ട്. ഈ വണ്ടുകൾ എങ്ങനെയാണ് പുറമെ അടച്ചുപൂട്ടിയ മാങ്ങയുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് കട്ടിയുള്ള അണ്ടിക്കുള്ളിൽ എത്തുന്നതെന്നത് ദീർഘകാലമായി നിലനിൽക്കുന്നൊരു, എന്നാൽ ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ ചില വസ്തുതകളുണ്ടെന്ന് കാർഷിക ഗവേഷകർ വ്യക്തമാക്കുന്നു. മാംഗോ സ്റ്റോൺ വീവിൽ എന്നറിയപ്പെടുന്ന ഒരു തരം വണ്ടുകളാണ് ഈ പ്രതിഭാസത്തിന് പിന്നിൽ. മാങ്ങ പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുൻപ് തന്നെ ഇവയുടെ പ്രക്രിയ ആരംഭിക്കുന്നു. മാവ് പൂത്ത് കായകൾ വിരിഞ്ഞ് വളരെ ചെറിയ കണ്ണിമാങ്ങിയാവുന്ന സമയത്ത് പെൺവണ്ടുകൾ വന്ന് വളരെ ചെറിയൊരു സുഷിരമുണ്ടാക്കി അതിനുള്ളിൽ ആ സുഷിരം ഒരു പ്രത്യേകതരം ദ്രാവകം കൊണ്ട് മൂടി സുരക്ഷിതമാക്കുന്നു. മാങ്ങ ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ വളർച്ചയ്ക്കൊപ്പം ഈ ചെറിയ ദ്വാരം പെട്ടെന്ന് അടഞ്ഞുപോകും. അതുകൊണ്ട് പുറമേ നിന്ന് നോക്കിയാൽ മാങ്ങയ്ക്ക് യാതൊരു കേടും കാണാൻ കഴിയില്ല. മുട്ട വിരിഞ്ഞ് പുറത്തുവരുന്ന ചെറിയ പുഴു നേരെ മാങ്ങയുടെ ഉള്ളിലേക്ക് തുരന്ന് മാങ്ങയുടെ ഉൾഭാഗം വളരെ മൃദുവായിരിക്കും. മാങ്ങയുടെ കാമ്പ് തിന്നുകൊണ്ട് അത് നേരെ അണ്ടിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. മാങ്ങ വളർന്നു വലുതാകുമ്പോൾ അണ്ടിയുടെ പുറന്തോട് കട്ടിയാകും. എന്നാൽ ഈ പുഴു ഇതിനകം തന്നെ അണ്ടിയുടെ ഉള്ളിൽ സുരക്ഷിതമായി എത്തിയിട്ടുണ്ടാണ് ഈ പുഴു വളരുന്നത്. അവിടച്ചത് പുഴുഘട്ടം കഴിഞ്ഞ് പ്യൂപ്പ ഒടുവിൽ വണ്ടായി മാറുന്നു. പൂർണ്ണമായി അടഞ്ഞ അണ്ടിക്കുള്ളിൽ വണ്ടുകൾക്ക് എങ്ങനെ ശ്വസിക്കാൻ കഴിയുന്നു? മാങ്ങയുടെ ഉൾഭാഗം വായു ഒട്ടുമില്ലാത്ത ഒരു ശൂന്യസ്ഥലമല്ല. സസ്യകോശങ്ങൾക്കിടയിൽ ചെറിയ അളവിൽ വായുവും അടങ്ങിയിട്ടുണ്ട്. മാവ് വലിച്ചെടുക്കുന്ന വായു കായകളിലും എത്തുന്നു. ഈ വായുവാണ് വണ്ടുകൾ ഉപയോഗിക്കുന്നത്. ഇവയുടെ പുഴുക്കൾക്ക് കുറഞ്ഞ ഓക്സിജൻ മതി. അണ്ടിക്കുള്ളിലെ ചെറിയ വായു ഇവയ്ക്ക് ധാരാളമാണ്. മാങ്ങ പൂർണ്ണമായി പഴുത്തു കഴിയുമ്പോഴോ അല്ലെങ്കിൽ മാങ്ങ താഴെ വീണ് ചീഞ്ഞു പോകുമ്പോഴോ ആണ് ഈ വണ്ടുകൾ അണ്ടി തുരന്ന് പുറത്തു വരുന്നത്. അതുവരെ അവ മാങ്ങയ്ക്കുള്ളിൽ തന്നെ യാതൊരു കേടുപാടും വരുത്താതെ കഴിഞ്ഞുകൂടും. മാങ്ങ വലുതായ ശേഷം വണ്ട് പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്നതല്ല, മറിച്ച് മാങ്ങ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ളിൽ കടന്ന മുട്ട വളർന്ന് വണ്ടായി മാറുന്നതാണ് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.